കണ്ണനാർ ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ടോപ്പ് ഭാഗത്താണല്ലോ ഈ ദുരന്തമുണ്ടായത്. പക്ഷെ അതിന്റെ ശേഷിപ്പെന്നോണം അല്ലെങ്കിൽ ആ ദുരന്തം വ്യാപിച്ചത് ഏറ്റവും കൂടുതൽ ചൂരൽമലയുടെ ഭാഗത്താണ്. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ദൗത്യം കൂടുതലായി നടക്കുക അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുക എന്ന റേഞ്ച് ഐ ജി കെ സേതുരാമനും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് ഏതൊക്കെ സംവിധാനങ്ങൾ ഇന്ന് ഉപയോഗിക്കും? ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശമാണ് ചൂരൽമലയുടെ അടിഭാഗം, അതായത് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ പ്രദേശമാണ്. ഞാനിപ്പോൾ ബേലിപ്പാലത്തിൻ്റെ അടിഭാഗത്തു കൂടിയാണ് നടന്ന് ഈ പുഴ നേരത്തെ ഇവിടെ ഗ്രൗണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വരെ, അതായത് ഒരാഴ്ച മുമ്പ് വരെ ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ മോത്തി, വലിയ പാറക്കെട്ടുകളൊക്കെ തന്നെ നിറഞ്ഞ് കിടന്ന്. നേരത്തെ സമീപത്തൊരു മുൻകാലങ്ങളിൽ വന്ന അനുഭവമുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, തൊട്ട് സമീപത്തായിരുന്നു പുഴ ഒഴുകിയിരുന്നത്. പക്ഷേ പുഴയുടെ ഗതി പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. രണ്ടായിട്ട് തിരിഞ്ഞിട്ടാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ പുഴയുടെ ഭാഗത്തൊക്കെ തന്നെ ആയിരിക്കും ഇന്ന് പരിശോധന നടത്തുക. ഇത് പക്ഷേ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. കാര്യം ഇവിടെ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞിരിക്കുന്നു. ആ പാറക്കെട്ടുകൾ ഒക്കെ തന്നെ ഉയർത്തി മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ളവ എത്തിക്കേണ്ടതുണ്ട്. പല സമയങ്ങളിലും ഈ പാറക്കെട്ടുകൾ മാറ്റിയൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കൂടുതലായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിനടിയിൽ ഈ പാറക്കെട്ടുകൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂരൽമലയുടെ ഭാഗത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ IG അടക്കമുള്ള പോലീസ് ഫോഴ്സ് അടക്കമുള്ള ആൾക്കാർ എത്തിയിരിക്കുന്നത്. എന്നാലും മറ്റുള്ള സ്ഥലങ്ങളിലെ പരിശോധന നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ വലിയ ഗ്രൗണ്ടും അമ്പലത്തിൻ്റെ പറമ്പും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പറമ്പ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അടിച്ച് നശിപ്പിച്ചു കൊണ്ടുപോയിരിക്കുന്നതാണ്. ആകെ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു സംരക്ഷണ ഭിത്തി, ചെറിയൊരു സംരക്ഷണ ഭിത്തി മാത്രമാണ്. ആ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. അത് ഇരുനില വീടായിരുന്നു. ആ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. പക്ഷേ ആ വീട്ടിൽ ഇനി താമസിക്കുക അസാധ്യമാണ്. അതിന് സമാനമായിട്ടുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണൊക്കെ മാറ്റി പരിശോധന നടത്തേണ്ടതുണ്ട്. പൂർണ്ണമായിട്ടും എത്രത്തോളം ആഴത്തിൽ പരിശോധന നടത്താൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസാണ് തീരുമാനിക്കേണ്ടത്. എങ്കിൽ പോലും അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജീവൻ്റെ തുടുപ്പ് മണ്ണിനടിയിലുണ്ടോ എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇനി ആ പ്രതീക്ഷയില്ല. വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് പറയുക. നമുക്ക് ആ പ്രതീക്ഷ ഇനി പങ്കുവെക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഒരു ജീവൻ തുടുപ്പുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇനി ഉണ്ടാകേണ്ടതില്ല. അതുതന്നെയാണ് ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മണ്ണ് മാറ്റിക്കൊണ്ട് ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി, അവരുടെ ഭൗതിക ശരീരമെങ്കിലും കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു ദൗത്യത്തിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ നമുക്ക് അനുമാനിക്കാം. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കാൻ പോകുന്നത്. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സൈന്യമടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പുഞ്ചിരിവട്ടത്തേക്കും മുണ്ടൻകൈയിലേക്കും പോയിരിക്കുന്നു. എങ്കിലും അവിടുത്തെ തെരച്ചിലിന് വേണ്ടിയുള്ള ആൾക്കാരാണ് പോയിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ ഇനി എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമലയുടെ ആ ഭാഗത്തേക്കാണ്. സ്കൂള് നിന്ന പ്രദേശത്തേക്കാണ്. ഗ്രൗണ്ട് അടക്കമുള്ള സ്ഥലങ്ങൾ ഇളക്കി മറിച്ചുകൊണ്ട് പരിശോധിക്കുക. ഒപ്പം തന്നെ സാങ്കേതിക സംവിധാനങ്ങൾ, റഡാറിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയുള്ള ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. കണ്ണനാർ, അവിടെ ഈ ഒരുപാട് പ്രദേശത്ത് കണ്ണനാർ നേരത്തെ സൂചിപ്പിച്ച് ഒരു കടയ്ക്കുള്ളിലൊക്കെ വെള്ളം കയറി ചെളിയൊക്കെ ആയി നശിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥ. നിരവധി വീടുകളിലും ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു അതൊക്കെ ഒന്ന് ശുചിയാക്കാനായിരിക്കും സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം ഏറ്റവും കൂടുതൽ. ആ തരത്തിൽ ഒരുപാട് സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? ഒട്ടേറെ സംഘങ്ങളുണ്ട് മോത്തി. കാര്യം അവരൊക്കെ തന്നെ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി അവർ കൂടുതലായി തെരച്ചിലാണ് നടത്തുന്നത്. കാര്യം 200ഓളം ആൾക്കാരുടെ ഭൗതിക ശരീരമാണ് ഔദ്യോഗികമായത്. ഒരു കണക്കല്ല, കൃത്യമായിട്ടുള്ള കണക്ക് എത്തേണ്ടതുണ്ട്. ആ ഒരു ഭൗതിക ശരീരങ്ങളൊക്കെ തന്നെ പരിശോധിക്കുക. അപ്പം തന്നെ പല ഈ കടകളൊന്നും പൂർണ്ണമായി ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ATM, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ശാഖ, അതൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. അവിടെയൊക്കെ തന്നെ മണ്ണ് മൂടിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച ഒരു കടയുടെ അവസ്ഥയാണ്. ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും ഒരു ചെരുപ്പ് കടയുമായിരുന്നു. 7ാം ദിനമായി ഇന്നും ഇതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ദിവസത്തെ പോലെ തന്നെ തെരച്ചിലാണ് നടക്കുന്നത്.